നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. 2025 ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ള വിശദമായിട്ടുള്ള വിഷയങ്ങൾ തിരിച്ചുള്ള പഠനങ്ങളിലൂടെയുള്ള വീഡിയോകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരും അറിയേണ്ട അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയാണ് അവതരിപ്പിച്ചു വരുന്നത്. അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് പുണർന്ന നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. ആദ്യം പൊതുവായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്ര ഫലത്തെയും അതിനുശേഷം ദശാകാലം അനുസരിച്ചുള്ള ഏകദേശ ഗുണദോഷങ്ങളെയും പരിഹാരങ്ങളെയും ചിന്തിക്കാം. പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പുതുവർഷമാണ്. സാമ്പത്തികമായി ചില വിഷമതകളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലും ഒക്കെ അല്പം മാനസിക സംഘർഷമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ തൊഴിൽ മേഖല പൊതുവെ എല്ലാവർക്കും പുഷ്ടിപ്പെടുന്നതുമാണ്. കുടുംബജീവിതത്തിലും ചില അസ്വസ്ഥതകളൊക്കെ രൂപപ്പെട്ടേക്കാം. എന്നാൽ പുണർന്ന നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകൊണ്ട് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ്. സന്താനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ മനസ്സിന് സന്തോഷം പകരുന്നതാണ്. കേസുകൾ, തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ കരുതലെടുത്ത് ആലോചിച്ച് പ്രവർത്തിക്കുക. കൂടാതെ പൈതൃക സ്വത്തിന്റെ അനുഭവ ഗുണവും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മേലുദ്യോഗസ്ഥർ, തൊഴിലുടമകൾ എന്നിവരുമായി രമ്യതയിൽ പോകാനുള്ള ശ്രമം നടത്തുക. പുണർന്ന നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുക. ഏകദേശം 8 വയസ്സ് വരെ വ്യാഴദശ ഉണ്ട് എന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം ഏകദേശം 27 വയസ്സ് വരെ ശനിദശാകാലമാണ്. പൊതുവെ പുണർന്ന നക്ഷത്രക്കാർക്ക് ശനിദശാകാലം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ശനിദശാകാലം അനുഭവിക്കുന്നവരാണെങ്കിൽ തൊഴിലിലൊക്കെ അല്പം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം. എന്നാൽ തൊഴിൽ ലാഭം, ഉന്നത വിദ്യാഭ്യാസ യോഗം ഇതെല്ലാം ശനിദശാകാലത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശാസ്ത്രപ്രീതി വരുത്തുക. അതിനുശേഷം ഏകദേശം 44 വയസ്സ് വരെ ബുധദശാകാലമാണ്. ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുമായിട്ട് വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കരുതലെടുക്കുക. അതിനുശേഷം ഏകദേശം 51 വയസ്സ് വരെ കേതുർദശാകാലമാണ്. കേതുർദശയും കൂടുതൽ ഗുണഫലങ്ങൾ തന്നെയായിരിക്കും നൽകുക. അതിനുശേഷം ഏകദേശം 71 വയസ്സ് വരെ ശുക്രദശാകാലമാണ്. ഇതും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ്. പുണർന്ന നക്ഷത്രക്കാർ ദോഷശമനത്തിനായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക, കുമാരസൂക്ത അർച്ചന നടത്തുന്നതും പഞ്ചാമൃതം വഴിപാട് നടത്തുന്നതും ഒക്കെ ഗുണഫലത്തെ നൽകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പുണർന്ന നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.